എല്ലാവർക്കും നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആദ്യഘട്ടത്തിൽ, അതായത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൂ കെയേഴ്സ് പരാമർശങ്ങളൊക്കെ വരുന്നതിന് മുൻപ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളിലൊക്കെ വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു പൊളിറ്റിക്കൽ നേതാവ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഇപ്പോൾ ഉള്ള പ്രതിപക്ഷത്തിലെ മുൻനിര നേതാവ് എന്ന രീതിയിൽ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പക്വത ആർജിക്കുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പെണ്ണ് കേസുകൾ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ വരിക തന്നെ സ്വാഭാവികമായും നമ്മളുടെ അഭിപ്രായങ്ങളൊന്നും ഇരുമ്പുലക്കകളല്ല. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും അന്ധമായി പിന്തുടരുക അല്ലെങ്കിൽ പിന്തുണയ്ക്കുക എന്നുള്ളത്, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഫാൻ അല്ലാത്തിടത്തോളം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കേണ്ട ഗതികേടില്ലാത്തിടത്തോളം കാലം എനിക്ക് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം എന്നുള്ളത് കൊണ്ടും ഞാൻ അദ്ദേഹത്തിന്റെ ഫാൻ അല്ലാത്തത് കൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനോട് വിമർശനാത്മകമായി സമീപിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലൊക്കെയും തുടക്കം മുതൽ തന്നെ നമ്മൾ പ്രധാനമായും പറഞ്ഞൊരു കാര്യം, രാഹുൽ രാഷ്ട്രീയമായ പക്വത കാണിച്ചില്ല. പ്രത്യേകിച്ച് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന രാഹുൽ പൊളിറ്റിക്കൽ ജീവിതത്തിൽ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം എന്നുള്ള അഭിപ്രായമൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്നാലും ഏറ്റവും ഒടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള ക്ലോസുകൾ വെച്ചുകൊണ്ട് FIR സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പരാതി നൽകപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് ഈ പെൺകുട്ടി പോയി പരാതി കൊടുത്തിരിക്കുന്നത്. തന്നെ തുടർച്ചയായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും വിവാഹ വാഗ്ദാനം നൽകി എന്നും ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു. എത്രയും പെട്ടെന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഘട്ടത്തിൽ CPM ഈ പെണ്ണുകേസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാവുകയും വർഷങ്ങളായി അവർ പെണ്ണുകേസുകൾ കൊണ്ടുവന്ന് ഇലക്ഷൻ സമയമാകുമ്പോൾ കളം നിറയ്ക്കുകയും അതിലൂടെ വോട്ട് നേടുകയും ചെയ്യുന്ന ഒരു സ്വഭാവ രീതി ഇവർക്കുള്ളതിനാൽ തന്നെ CPM അണികളും സഖാക്കളും ഒക്കെ വലിയ ആശ്വാസമാണ്. അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സമൂഹത്തിലെ സ്ത്രീകളോട് കമ്മിറ്റ്മെന്റ്സ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഇരകളോടൊപ്പം നിൽക്കണം എന്നുള്ളത് കൊണ്ടോ ഇവരൊരു സ്ത്രീപക്ഷ സർക്കാർ ആയതുകൊണ്ടോ അല്ല. അങ്ങനെയാണെങ്കിൽ മുകേഷും അല്ലെങ്കിൽ മറ്റു പ്രമുഖരായ നിരവധി MLA മാരും മന്ത്രിമാരും ഒന്നും അവരുടെ ഭരണസമിതിയിൽ പോലും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഇവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആഗ്രഹമാണ്. അതുകൊണ്ട് ആ മെറിറ്റിനെ ഒന്നും ഞാൻ കാണുന്നില്ല. ഇനി ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു. അതിനാൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകാൻ പറ്റില്ല എന്നൊരു ക്ലെയിമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഇതിന് മറുപടിയുമായി FIR ഉള്ളൊരു കാര്യം, താൻ വിവാഹിതയാണ്, പക്ഷേ അമ്പലത്തിലാണ് വിവാഹം നടത്തിയത്, രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവുമായി കല്യാണം കഴിഞ്ഞ് കേവലം 4 ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന ആ വൈവാഹിക ബന്ധം ഞങ്ങൾ പെട്ടെന്ന് ഉപേക്ഷിക്കുകയും ശേഷം 5 മാസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി പരിചയത്തിലായതെന്നും പിന്നീട് ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പരസ്പരം സൗഹൃദത്തിലെത്തി അത് ലൈംഗിക ബന്ധത്തിലേക്ക് പോവുകയായിരുന്നുവെന്നും ഈ പെൺകുട്ടി പറഞ്ഞുള്ളൂ. ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് വിവാഹ വാഗ്ദാനം നൽകിയാണ് തന്നെ പീഡിപ്പിച്ചത് എന്ന തരത്തിലേക്ക് പെൺകുട്ടി പറയുന്നിടത്താണ് പ്രശ്നങ്ങൾ കിടക്കുന്നത്. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ FIR-മായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് അതിൽ പറയുന്നത്. 2025 മാർച്ച് 4-ന് തൃക്കണ്ണാപുരത്തെ അതിജീവിതരുടെ ഫ്ളാറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുൾപ്പെടെയാണ് FIR-ലെ പരാമർശങ്ങൾ വരുന്നത്. മാർച്ച് 17-ന് ഭീഷണിപ്പെടുത്തി അതിജീവിതരുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി, ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് തുടർച്ചയായി ഭീഷണിപ്പെടുത്തി, അതിജീവിത ഗർഭിണിയാണെന്നറിഞ്ഞും നിരന്തര പീഡനം തുടർന്നുവെന്നും FIR-ൽ പറയുന്നു. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഏപ്രിൽ 22-ാം തീയതി തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ചും മെയ് അവസാനം പാലക്കാട്ടെ പ്രതിയുടെ വീട്ടിൽ വെച്ചും പല തവണ പീഡിപ്പിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. ഞാനൊരു പൊളിറ്റിക്കൽ നിലപാടെടുക്കുന്ന സമയത്ത് എപ്പോഴും സ്ത്രീയാണോ അല്ലെങ്കിൽ പുരുഷനാണോ എന്ന് നോക്കിയാൽ ഞാൻ ജെൻഡർ കാർഡുകളെ നോക്കാറില്ല. പകരം വ്യക്തിപരമായി ഒബ്സർവ് ചെയ്യുന്നത് ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതാണ്. അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് പറയേണ്ടത്. എന്നാൽ എല്ലാ കോടതി വിധികളെയും മാനിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് അതിനോട് യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതി അനുസരിച്ച് കോടതികൾ പറയുന്ന ഇടത്ത് ആണ് നീതി ഉള്ളത്. അതുകൊണ്ട് ഇതൊക്കെ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ പ്രഗത്ഭരായ വക്കീലന്മാരൊക്കെ പറയുന്ന അനുസരിച്ച് ഇതൊന്നും കോടതിയിൽ നിലനിൽക്കില്ല, അല്ലെങ്കിൽ തെളിവുകളില്ലാത്ത കാര്യങ്ങളാണ്. നോക്കൂ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ തുടർച്ചയായ 3 മാസം, അതായത് മാർച്ച് മുതൽ മെയ് വരെ നീണ്ടു നിൽക്കുന്ന കുറച്ചധികം മാസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പെൺകുട്ടി വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, പ്രായപൂർത്തിയായിട്ടുള്ള, 20 വയസ്സിനൊക്കെ മുകളിലുമുള്ള പ്രായത്തിലുള്ള ഒരു പക്വതയുള്ള ജേർണലിസ്റ്റ് കൂടിയാണ്. പീഡിപ്പിക്കപ്പെടുന്നു എന്നൊരു ബോധ്യപ്പെടുത്തലേക്ക് ആദ്യം തന്നെ വരുന്നുണ്ട്. എന്നാൽ നഗ്നദൃശ്യങ്ങൾ പകർത്തി എന്നുള്ളത് കൊണ്ടാണ് താൻ ഭീഷണിക്ക് വഴങ്ങി പീഡനത്തിന് ഇരയാകേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ക്ലെയിം. എന്നാൽ ഈ ക്ലെയിമിനെയൊക്കെ ഒന്നും സാധൂകരിച്ചെടുക്കാൻ കോടതിയിൽ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ തള്ളിപ്പോകാനുള്ള സാധ്യതകളാണുള്ളത്. കാരണം തെളിവുകൾ അതിന് അനുകൂലമല്ല. മാത്രമല്ല, ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ചാറ്റുകൾ, ഓഡിയോ റെക്കോർഡുകളൊക്കെ കേൾക്കുന്ന പക്ഷം ഇത്തരത്തിലുള്ള പീഡനമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് പറയുന്ന തരത്തിലുള്ള തെളിവുകൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. മാത്രമല്ല, വിവാഹിതയാണ് ഈ പെൺകുട്ടി.
നോക്കൂ, നമ്മുടെ നാട്ടിൽ പൊതുവിൽ ഈ അവിഹിതങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരുപാട് ഫെമിനിസ്റ്റുകളുണ്ട്. വ്യക്തിപരമായ അത്തരത്തിലുള്ള ഫെമിനിസ്റ്റുകളോട് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ലാത്തൊരു വ്യക്തിയാണ്. നിങ്ങൾ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളോട് പ്രണയത്തിലാണ്, അതിൽ നിങ്ങൾക്ക് ലീഗലിയോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ വാക്കാലുള്ള ബന്ധത്തിലോ ആണ് നിങ്ങൾ ഉണ്ടാവുക. ആ ലീഗലി ബൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിയമപരമായ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു പാർട്ട്ണറിനോട് സ്നേഹത്തോടെ ഇടപെടുകയും ഞാൻ തന്റെ പാർട്ട്ണറായിരിക്കാമെന്ന് വാക്കാലെങ്കിലും പറഞ്ഞിരിക്കുന്ന ഒരിടത്തു നിന്നും അയാളോട് പൂർണ്ണമായും, അത് ആണായാലും പെണ്ണായാലും, ലീഗലി ബൗണ്ടഡ് ആണെങ്കിലും പ്രണയ ബന്ധത്തിലാണെങ്കിലും ആ ബന്ധത്തിനോട് നീതി പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വൺസ് നിങ്ങൾക്ക് അത് പറ്റുന്നില്ല, ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഇറങ്ങിപ്പോരാനും ആ ബന്ധം ഉപേക്ഷിക്കാനും മറ്റൊരു പങ്കാളിയെ കണ്ടെത്താനുമുള്ള അവകാശങ്ങളുണ്ട്. എന്നാൽ പല ഇൻസിഡൻസ് വരുമ്പോഴും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്താണ്? ഇരയാകുന്ന ആളുകളോ അല്ലെങ്കിൽ പ്രതിയാക്കപ്പെട്ട ആളോ ആരെങ്കിലും ഒക്കെ ആവട്ടെ, അവർ അവിഹിതങ്ങളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അവിഹിതങ്ങളെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ജെൻഡർ കാർഡുകളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സോക്കോൾഡ് ടോക്സിക് ഫെമിനിസ്റ്റുകൾ പറയുന്നത് അവിഹിതം ഒന്നും ഇല്ലല്ലോ, അത് ഹിതമാണല്ലോ എന്നുള്ളതാണ്. അത് തെറ്റാണ്. നിങ്ങളുടെ പാർട്ട്ണർ പോകുന്നത് വരെ നിങ്ങൾക്ക് അത് നാട്ടുകാരുടെ മുന്നിൽ വിപ്ലവം എന്ന രീതിയിൽ ഹിതമല്ലേ, മൾട്ടി പാർട്ട്നേഴ്സ് ഉണ്ടാവാം, പോളിഗമി ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല എന്നൊക്കെ പറയാം. നിങ്ങളുടെ പാർട്ട്ണറിന് സമ്മതമാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി വരിക, അല്ലാത്ത പക്ഷം അത് ചീറ്റിംഗ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്ലെയിമുകൾ ഇവിടെ നിലനിൽക്കുമോ എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇതൊരു വൃത്തികെട്ട രാഷ്ട്രീയ രീതികളാണ്. നോക്കൂ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തീർത്തും സ്വകാര്യമായ അവരുടെ മാത്രം പ്രശ്നം എന്നുള്ളിടത്ത് തുടങ്ങേണ്ടിയിരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടക്കം വരേണ്ടിയിരുന്നിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊരു പൊളിറ്റിക്കൽ ഫിഗർ ഇതിൽ വരികയും അയാൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നിടത്താണ് ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം മാറുകയും അതിന്റെ വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്വത ആർജിച്ചയില്ല, ജാഗ്രതയുമില്ല. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾ MLA ആയതിനു ശേഷമാണ് ഈ പരിപാടികളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അയാൾ ഔദ്യോഗികമായി MLA ആവുകയും പാലക്കാട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി അവിടുന്ന് ഇലക്ഷനിൽ തെരഞ്ഞെടുക്കപ്പെടുകയും അതിന്റെ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യാതൊരു രാഷ്ട്രീയ പക്വതയും ഇല്ലാത്ത പീഡനം എന്ന് വരെ ആരോപിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഇൻസിഡന്റുകളിൽ ഇയാൾ പോയി തല വെക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. നോക്കൂ, പരസ്പര സമ്മതത്തോടെ കൂടി ഉഭയസമ്മതപ്രകാരം ഏതൊരു ആണിനും പെണ്ണിനും അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ അനുസരിച്ച് പ്രണയബന്ധങ്ങളിലും റിലേഷൻഷിപ്പിലും ഒക്കെ ഏർപ്പെടാം. പക്ഷേ വൺസ് നിങ്ങൾ മറ്റൊരു ബന്ധത്തിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിന് ആ ബന്ധത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പോന്നതിന് ശേഷമായിരിക്കണം നിങ്ങൾ മറ്റൊരാൾക്ക് കൈ കൊടുക്കേണ്ടതെന്നുള്ളൊരു അടിസ്ഥാനപരമായ ധാർമ്മികത ഉണ്ടാവേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും അത് ഉണ്ടായില്ല. അത് പെൺകുട്ടിയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പക്ഷെ ഇപ്പോൾ അതിനെ തെരഞ്ഞെടുപ്പ് ആവുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ അതിനെ ഒരു ജാർഗണായി ഉപയോഗിക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. അത്തരത്തിലല്ല കാര്യങ്ങൾ പോകേണ്ടത്. കാരണം നമ്മുടെ നാട്ടിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഭരിക്കുന്ന ആളുകൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള തോന്നിവാസങ്ങൾ ചർച്ച ചെയ്യാനുള്ള സാഹചര്യവും ഉണ്ടായിരിക്കെ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള ഇടത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാത്രമായി ഫോക്കസ് പോകുന്നത്. അത് മാത്രമായല്ല, മറ്റുള്ള കാര്യങ്ങൾ കൂടി സംസാരിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.